തുർക്കി, ഇറാൻ, ഈജിപ്ത് മൂന്ന് രാഷ്ട്രങ്ങളുടെ തലവന്മാർ അടുത്തയാഴ്ച ഈജിപ്തിലെ കൈറോയിൽ സമ്മേളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് മിഡിൽ ഈസ്റ്റിലെ പ്രത്യേക സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചും വിപുലമായി ചർച്ച ചെയ്യുക, അതോടൊപ്പം തന്നെ അറേബ്യൻ സൈനികരെ ഏകോപിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിന് രൂപമുണ്ടാക്കുക എന്നൊക്കെ ഇതിൽ പ്രധാനമായിരിക്കുന്ന ലക്ഷ്യമാണ്. ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ വളരെ വ്യത്യസ്തമാണ്. ലോകം ഇതുവരെ നിരീക്ഷിച്ചതിൽ നിന്നും വ്യത്യസ്ത രൂപത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 1,00,000-ഓളം സൈനികരെ ഈജിപ്ത് നിയോഗിച്ചിട്ടുണ്ട്. ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ നിരീക്ഷണം നടത്താനും ഇസ്രായേലിൻ്റെ അക്രമം ഏതെങ്കിലും തരത്തിലുണ്ടാവുകയാണെങ്കിൽ അപ്പം തന്നെ സമയബന്ധിതമായ രീതിയിൽ തിരിച്ചടി നൽകണമെന്ന് സൈനികർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. യുദ്ധ സംവിധാനങ്ങളും യുദ്ധ സാഹചര്യങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്നു എന്ന് അന്താരാഷ്ട്ര മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. ചില സാറ്റലൈറ്റ് ചിത്രങ്ങളൊക്കെ പുറത്ത് വിട്ടുകൊണ്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ബങ്കറുകൾ പോലും ഈജിപ്ത് സ്ഥാപിച്ചിരിക്കുന്നു, ആയുധപ്പുരകൾ നിർമ്മിച്ചിരിക്കുന്നു, യുദ്ധകാലാടിസ്ഥാനത്തിൽ വലിയ രീതിയിൽ നിർമ്മിതികൾ അവരുടെ ഈ അതിർത്തി മേഖല കേന്ദ്രീകരിച്ചുകൊണ്ടും സന മരുഭൂമി കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് തങ്ങൾക്ക് ഭയമുണ്ടാക്കുന്ന കാര്യമാണെന്നും സൈനികരെ പിൻവലിക്കണമെന്നും ഇസ്രായേൽ അമേരിക്കയോട് ആവശ്യപ്പെട്ടു. 1967 ഉടമ്പടിക്ക് വ്യത്യസ്തമായ രീതിയിൽ നിയമലംഘനം നടത്തുന്ന ഒരു പ്രവൃത്തി ഇസ്രായേൽ ഇപ്പോൾ ചെയ്യുന്നുണ്ട്. ആ ഉടമ്പടിയിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കലുഷിതമായിരിക്കുന്ന ഒരു വിഷയം ഉണ്ടെങ്കിൽ പോലും ഏകദേശം പരസ്പര സമ്മതത്തോടു കൂടി 15,000 സൈനികരെ മാത്രമേ നിയമിക്കാവൂ എന്നൊരു നിയമമുണ്ട്. ആ നിയമം ഈജിപ്ത് തെറ്റിച്ചിരിക്കുന്നു. ഞങ്ങളുടെ അനുവാദമില്ലാതെ, ഈ വിഷയമായിട്ട് ചർച്ച ചെയ്യാതെ, പരസ്പര ധാരണയില്ലാത്ത രീതിയിൽ 1,00,000 സൈനികരെ നിയമിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാരമായിരിക്കുന്ന കാര്യമല്ല. ഇത് വലിയ രീതിയിൽ വിഷയമുണ്ടാകും. അത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് 2023 തുടങ്ങിയിരിക്കുന്ന ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധമുഖത്ത് സജീവമായിരിക്കുന്ന ഒരു രാജ്യമാണ് ഈജിപ്ത്. അത് മധ്യസ്ഥരുടെ റോളിലാണ് അവർ പ്രത്യക്ഷപ്പെട്ടത്. 200ഓളം ബന്ദികളെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഖത്തറിനോടൊപ്പം മധ്യസ്ഥത വഹിച്ച രാജ്യമാണ് ഈജിപ്ത്. അതിൻ്റെ കാര്യം എന്ന് പറയുന്നത്, പാലസ്തീൻ എന്ന് പറയുന്ന ദേശത്തിന് വേണ്ടി എല്ലാ കാലത്തും ഇടപെടൽ നടത്തിയ രാജ്യത്തിൻ്റെ പേര് ഈജിപ്ത് എന്നാണ്. അവരുടെ അതിർത്തിയാണ്, ഇസ്രായേലിൻ്റെ അതിർത്തിയാണ്. മാത്രമല്ല, ഗസ എന്ന് പറയുന്ന പ്രദേശം 967 വരെ ഈജിപ്തിൻ്റെ ഭാഗമായിരുന്നു. അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേൽ പിടിച്ചെടുത്ത പ്രദേശമാണ് ഗസ എന്ന് പറയുന്നത്. അതുകൊണ്ട് വൈകാരികമായിരിക്കുന്ന ചില ബന്ധങ്ങൾ ഗസ എന്ന് പറയുന്ന ദേശവുമായിട്ട് ഈജിപ്തിനുണ്ട്. മാത്രമല്ല, ഈജിപ്തിലെ ജനങ്ങൾ പാലസ്തീൻ്റെ നയനിലപാടിനോടൊപ്പം എല്ലാ കാലം ഒട്ടിച്ചേർന്ന് നിൽക്കുന്നവരാണ്. അതുകൊണ്ട് അവിടെ ഉണ്ടാകുന്ന ഏതൊരു വിഷയവും വലിയ രീതിയിലുള്ള കോളിളക്കം രാജ്യത്തിൻ്റെ അകത്ത്, അതായത് ഈജിപ്തിൻ്റെ അകത്ത് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് പ്രശ്നത്തിൽ നിന്ന് മാറി നിൽക്കാൻ ഒരിക്കലും ഈജിപ്തിന് സാധിച്ചിട്ടില്ല. ഒരിക്കലും ഈജിപ്ത് അത് ചെയ്തിട്ടുമില്ല. കാര്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധം എന്ന് പറഞ്ഞാൽ 1967 അറബ് ഇസ്രായേൽ യുദ്ധമാണ്. അതിന് നേതൃത്വം നൽകിയത് ഈജിപ്തായിരുന്നു. ഈജിപ്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന മഹായുദ്ധം 6 ദിവസം 11 ദിവസം നിന്ന യുദ്ധം എന്നൊക്കെ പറയുന്നു. യുദ്ധത്തിൽ ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായ രാജ്യങ്ങളിൽ ഒന്ന് ഈജിപ്താണ്. ഈജിപ്ത് മാത്രമല്ല, യുദ്ധത്തിൽ പങ്കെടുത്ത എല്ലാ രാജ്യങ്ങൾക്കും, അതിൽ പങ്കെടുത്ത രാജ്യം ഒന്ന് ഈജിപ്താണ്, ഒന്ന് ജോർദാനാണ്, ഒന്ന് സിറിയയാണ്. ഇതാണ് മൂന്നായിട്ടുള്ള കാര്യമായിട്ടുള്ള രാജ്യങ്ങൾ. ഈ 3 രാജ്യത്തിനും പ്രദേശം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നീട് അത് തിരിച്ചു പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് യുദ്ധങ്ങൾ അതിന് തുടർച്ചയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഈജിപ്തിൻ്റെ സാന്നിധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് മധ്യസ്ഥ റോളിലെങ്കിലും ഈജിപ്ത് എല്ലാ സമയത്തും പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോൾ സ്ഥിതി മാറി. അവിടുത്തെ ഈജിപ്തിൻ്റെ അകത്ത് ജനകീയപരമായ രീതിയിൽ വലിയ പ്രശ്നങ്ങളും വിഷയങ്ങളും നടക്കുന്നു. ഗസ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നേരിട്ട് ഇടപെടാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇസ്രായേലുമായിട്ട് യുദ്ധം ചെയ്യണം, അതാണ് ജനപക്ഷം. അവർ പറയുന്ന കാര്യങ്ങൾ അങ്ങനെയാണ്. നമ്മളാണ് പലസ്തീൻ രക്ഷിക്കേണ്ടത്, മറ്റുള്ളവരല്ല. നമ്മുടെ ദേശമാണ്, നമ്മുടെ അതിർത്തിയാണ്, രണ്ടും നമ്മുടെ അതിർത്തിയാണ്. നമ്മുടെ ശത്രുവാണ് ഇസ്രായേൽ, അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടണം എന്ന് പോലും അഭിപ്രായം പറയുന്നുണ്ട്. ഇതാണ് ഈജിപ്തിൻ്റെ പക്ഷം. ഇനി നമ്മൾ ഇറാനിലേക്ക് നോക്കുകയാണെങ്കിൽ, ഇറാനുമായിട്ട് ബന്ധപ്പെട്ട വിഷയം എന്ന് പറയുന്നത് അബ്രഹാം അക്കോർഡുമായിട്ട് ബന്ധപ്പെട്ടതിൻ്റെ തുടർച്ചയായ രീതിയിൽ വലിയ ഇടപെടലുകൾ നടത്താൻ വേണ്ടി അറബ് രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലും സംയുക്തമായപ്പോൾ അതിനെതിർത്ത രാജ്യം ഇറാനാണ്.
അതിൻ്റെ എല്ലാം കൂടിയും പരിണിത ഫലമായിട്ടാണ് ഈ യുദ്ധം തുടങ്ങിയത് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ കൃത്യമായ രീതിയിൽ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും. ഏതായിരുന്നാലും എല്ലാ കാലത്തും ഇറാൻ്റെ ശത്രുപക്ഷത്ത് തന്നെയാണ് ഇസ്രായേൽ കണ്ടത്, അമേരിക്കയും കണ്ടത്, ഇറാനും അങ്ങനെ തന്നെയാണ് കണ്ടത്. ഏതൊരു ആയുധ നിർമ്മിതികൾ ഇറാൻ നടത്തുന്ന സമയത്തും അത് കൃത്യമായ രീതിയിൽ ഇസ്രായേലിനെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അവർ നിർമ്മിക്കാറുള്ളത്. 2150 കിലോമീറ്റർ ദൂരപരിധിയുള്ള ബാലിസ്റ്റിക് മിസൈൽ നിലവിൽ ഇറാൻ്റെ കൈവശത്തിലുണ്ട്. അത് ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും ദൂരപരിധി നോക്കുന്ന സമയത്ത് കൃത്യമാണ്. അതായത് ഇവിടെ നിന്ന് അവസാനത്തെ ഭാഗം, ഇസ്രായേലിൻ്റെ അവസാനത്തെ ഭൂപ്രദേശത്തേക്കുള്ള ദൂരപരിധി കണക്കാക്കിക്കൊണ്ട് ഇറാൻ നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് ചുരുക്കം. അപ്പോൾ ഇവർ തമ്മിൽ യുദ്ധം നടന്നു. നമുക്കറിയാം 12 ദിവസം യുദ്ധം നടന്നു. അതിശക്തമായിരിക്കുന്ന നാശനഷ്ടങ്ങൾ ഇസ്രായേൽ ഉണ്ടാക്കാൻ വേണ്ടി ഇറാൻ സാധിച്ചു. അതോടുകൂടി ഇസ്രായേലിൻ്റെ നട്ടെല്ലൊടിഞ്ഞു. ഇപ്പോഴും അവർ പറയുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങളിലൊന്ന്, ഞങ്ങൾ ഇസ്രായേലുമായിട്ടുള്ള യുദ്ധത്തിൽ കരാർ വ്യവസ്ഥയൊന്നുമില്ല, താൽക്കാലികമായിട്ട് യുദ്ധം അവസാനിപ്പിക്കും, ഞങ്ങൾ ഇനി തുടരും എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ ആ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ നയനിലപാടുകൾക്ക് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തിയത് ഇറാൻ്റെ ആക്രമണം കൊണ്ടാണ്. ഇസ്രായേലിനെ പരാജയപ്പെടുത്താൻ സാധിക്കുമെന്ന് ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞ ലോകത്തിലെ ഒരേ രാജ്യത്തിൻ്റെ പേര് ഇറാൻ എന്നാണ്. അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ പരാജയപ്പെടുത്താൻ സാധിക്കും. അവരുമായിട്ട് യുദ്ധത്തിൽ ഏർപ്പെടാറില്ല, പേടിച്ചിട്ട്. കാരണം അമേരിക്ക ഇടപെടും എന്നൊക്കെ പേടിച്ചിട്ട്. ആ പേടിയുള്ളിടത്തോളം കാലം അവർ ജയിച്ചുകൊണ്ടേയിരിക്കും. അതാണിപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ജയിച്ചുകൊണ്ടേയിരിക്കുന്നത് പ്രധാനമായിരിക്കുന്ന കാര്യം. അറബ് രാജ്യങ്ങൾ അവരുടെ ആ സാംസ്കാരിക പൊലിമയും തനിമയും നിലനിർത്തുന്നത് യഥാർത്ഥത്തിൽ ഇന്ന് ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരെ വെല്ലുവിളിച്ചുകൊണ്ട് ഉണ്ടായതാണ് എന്നുള്ളത് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമാണ്. യമൻ്റെ പത്രം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ച നടത്തുകയാണ്. അതിൻ്റെ കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ പറയാം. ഇബ്രാഹിം റൈസിയുടെ പ്രസംഗം മുതൽ അവസാനത്തെ ഇസ്രായേലിൻ്റെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് വലിയ റിപ്പോർട്ടുകളൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെ ഏത് സമയത്തും യുദ്ധം ഉണ്ടാകുകയാണെങ്കിൽ അത് കൃത്യമാണ്. ഇനി നമ്മൾ ഈ തുർക്കിയിലേക്ക് പോകുന്ന സമയത്ത്, തുർക്കി ലോകത്തിലെ ഏക ഭീകര രാജ്യമാണ് ഇസ്രായേൽ എന്നും ആ ഭീകര രാജ്യത്തിൻ്റെ നേതാവാണ് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു എന്നും UN സഭയിൽ വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ്. UN സഭയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു പറഞ്ഞത് ഒരേ ഒരു രാഷ്ട്ര ഭരണാധികാരി മാത്രമാണ് പറഞ്ഞത് എന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ അവർ നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുകയും അംബാസഡറെ തിരിച്ചു വിളിക്കുകയും രാജ്യത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ അംബാസഡറോട് പുറത്തു പോകാൻ വേണ്ടി പറയുകയും ചെയ്തുകൊണ്ട് അവരുടെ ബന്ധം കലുഷിതമായി അത് അടിച്ചു പിരിഞ്ഞ രീതിയാണ് തുർക്കിയും ഇസ്രായേലും തമ്മിലുള്ളത്. എന്നാൽ ഇറാനെ പോലെ തുർക്കി നേരിട്ടുണ്ട് യുദ്ധത്തിൽ ഇടപെട്ടിട്ടില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും അമേരിക്കയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ അങ്ങനെ ചെയ്ത് മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറയുന്നത് മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങൾ സുരക്ഷിതമല്ലെന്ന് ഇസ്രായേൽ ഖത്തറിനെ ആക്രമിച്ചതോടുകൊണ്ട് തെളിയപ്പെട്ടു. ആ ഒരു ആക്രമം മറ്റൊരു ദിശയിലേക്കും മറ്റൊരു രൂപത്തിലേക്കും ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിന് സംരക്ഷണം നൽകുക എന്നുള്ളത് അമേരിക്കയ്ക്ക് സാധിക്കാത്തൊരു കാര്യമാണ്. കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലിൽ നിന്ന് ഈ ഖത്തറിനെ ആക്രമിക്കുന്ന സമയത്ത് ഖത്തറിൻ്റെ അകത്ത് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം 100 കിലോമീറ്ററിൽ അധികം പരിധിയുള്ള അമേരിക്കയുടെ സൈനിക ബേസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഖത്തറിന് സംരക്ഷണം നൽകുക എന്നുള്ള കരാർ വ്യവസ്ഥയിൽ പറഞ്ഞതാണ്. എന്നാൽ റഡാർ പോലും കാണാത്ത വിധം ഇസ്രായേലിൻ്റെ ആക്രമണം ഖത്തറിന് നേരെ ഉണ്ടായി എന്ന് പറയുന്ന സമയത്ത് അമേരിക്ക കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല എന്ന് ഉറപ്പായി. അപ്പോൾ ഇവിടെ സംരക്ഷിക്കാൻ ഇനി ആരാണ് മുന്നോട്ട് വരുന്നത്? ഇറാനാണ് മുന്നോട്ട് വരുന്നത്. ഇറാൻ അതിന് തയ്യാറുമാണ്. ഇത്തരമൊരു അവസരത്തിന് വേണ്ടി ഇറാൻ കാത്തു നിൽക്കുകയാണ്. നിങ്ങൾ അറബ് രാജ്യങ്ങളെ ഒന്നിച്ച് ചേർന്ന് നിൽക്കൂ, നമുക്ക് ഇസ്രായേലിനെ പരാജയപ്പെടുത്താം എന്നുള്ളത് ഇറാന്റെ മുദ്രാവാക്യമാണ്. എല്ലാ കാലത്തും അവർ വിളിച്ചു പറയാറുണ്ട്. അതൊരു യാഥാർത്ഥ്യമായി. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു വിഷയം, തുർക്കിയും ഇറാനും ഈജിപ്തും 3 രാജ്യങ്ങളും ഗസയുമായിട്ട് വലിയ തരത്തിൽ വൈകാരികമായിരിക്കുന്ന ബന്ധമുള്ള രാജ്യങ്ങളാണ്. അവർ ചേർന്നുകൊണ്ട് കൈറോയിൽ അടുത്ത ആഴ്ച മീറ്റിംഗ് കൂടാൻ വേണ്ടി തീരുമാനിച്ചു. അത് നിസ്സാരമായിരിക്കുന്ന കാര്യമൊന്നുമല്ല. അത് അതിഗൗരവത്തിൽ എടുത്തുകൊണ്ട് ഇനി മുന്നോട്ട് ഭാവിയിൽ അമേരിക്കയും ഇസ്രായേലും എങ്ങനെ നേരിടണം എന്നതിനെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതോടുകൂടി അറബ് സൈനിക സൃഷ്ടിപ്പ് എന്ന് പറഞ്ഞിട്ട് അറബ് രാജ്യങ്ങളെ ഏതെങ്കിലും രാജ്യം ആക്രമിക്കുകയാണ് തിരിച്ച് ആക്രമിക്കുന്ന രീതിയിലുള്ള സംവിധാനം, ഏതുപോലെ യൂറോപ്യൻ രാജ്യങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്ന സംവിധാനം പോലെ ആ രീതിയിലുള്ളൊരു സംവിധാന സൈനിക രൂപം ഉണ്ടാക്കുക എന്നുള്ളതും ഇതിൽ പ്രധാനമായിരിക്കുന്ന വിഷയമാണ്. ഇതിൽ അമേരിക്ക വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കും. അത്തരം സാഹചര്യ കാര്യങ്ങളൊന്നും നിലനിൽക്കുന്നില്ല എന്നുള്ളതും അതിനൊരു ആവശ്യമില്ല എന്നുള്ളതും ഇപ്പോൾ ഒരു ഏകോപനം ഉണ്ടാക്കേണ്ട കേസുകളില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ഉടക്കി പിരിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് ആ വിഷയത്തിൽ അമേരിക്കയുടെ അഭിപ്രായത്തിന് വലിയ പ്രാധാന്യമൊന്നും അവർ നൽകുകയില്ല എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്.
ഏതാണ് തുർക്കിയുടെയും ഇറാൻ്റെയും ഈജിപ്തിൻ്റെയും കെയ്റോയിലുള്ള മീറ്റിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഭാവിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് തീരുമാനിക്കുക എന്നുള്ളത് ലോകം ആകാംക്ഷയോടുകൂടി നോക്കി നിൽക്കുന്ന കാര്യമാണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.